വീട് പൂർണ്ണമായി തകർന്നിട്ടും ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതായി പരാതി. കാസർഗോഡ് പുത്തിക പഞ്ചായത്തിലെ സജിൻ കളത്തിലെ സരോജിനിയും മകനുമാണ് പൂർണ്ണമായി തകർന്ന വീട്ടിൽ കഴിയുന്നത്. രേഖകളിൽ വ്യക്തതയില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. ഇരുപത് വർഷം മുൻപ് നിർമ്മിച്ചതാണ് സരോജിനിയും മകൻ അശോകനും താമസിക്കുന്ന 2 മുറിയുള്ള വീട്. കാലപ്പഴക്കത്തിൽ ക്ഷയിച്ച വീടിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം 1 മാസം മുൻപ് തകർന്നു. പഞ്ചായത്ത് വില്ലേജ് അധികൃതരെ കണ്ട് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. ഇതിനിടെ ബുധനാഴ്ച വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അശോകൻ ജീവനോടെ രക്ഷപ്പെട്ടത്. ഇത് രാവിലെ 6:30 മണിക്ക് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായി. അപ്പോൾ സിലിണ്ടർ പൊളിഞ്ഞിട്ട് പോയി. അതിന് മുന്നേ പൊളിഞ്ഞിട്ട് വീണിട്ടുണ്ടായി. ഇതൊരു മാത്രം പൊളിഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഇത് ബുധനാഴ്ച രാവിലെ 6:30 മണിക്ക് പുള്ള് പൊളിഞ്ഞിട്ട് കല്ല് എല്ലാം പൊളിഞ്ഞിട്ടുണ്ടായി. പിന്നെ അവിടെ ഒരു കുറത്തിൻ്റെ ഒരു അദ്ദേഹത്തിനൊരു ഇതുണ്ട്. അതെൻ്റെ കൊണ്ട് ഞങ്ങൾക്ക് എൻ്റെ കാലിലൊക്കെ എല്ലാം ഓടെല്ലാം എൻ്റെ കാലിൽ ഉള്ളിലുണ്ടായി. തലക്കെല്ലാം ഓട് വീണ് എന്തായിട്ടില്ല. ഭാഗ്യത്തിൽ കാലിലൊക്കെ ചെറുങ്ങനെ ഒരു തോളി മാത്രമേ പോയി, ചോര കൂടെ പോയിട്ടില്ല. പഞ്ചായത്തുകളിൽ പോയിട്ട് പഞ്ചായത്തുകാരെ വിളിച്ചിന്, എല്ലാവരും വിളിച്ചിട്ട് എന്ത് ഇതില്ല, നടപടിയില്ല. ബുധനാഴ്ച തന്നെ വില്ലേജ് ഓഫീസിലും പഞ്ചായത്തിലും പരാതി നൽകിയെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും ആക്ഷേപമുണ്ട്. റിപ്പയർക്ക് കൊടുത്തിന് ഞാൻ. അപ്പോൾ കൊടുത്തിട്ടാകുമ്പോൾ കിട്ടും ഓട്ട് കൈയായിട്ട് പറഞ്ഞു. വയ്യൊക്കെ കാത്ത് വയ്യ കുറച്ച് വീട് പൊളിഞ്ഞ് വയ്യ പോയിട്ട് വില്ലേജിടുന്നെല്ലാം വന്നിട്ട് അവരെല്ലാം ഫോട്ടോ എടുത്തുകൊണ്ടെല്ലാം പോയി. പിന്നെ പഞ്ചായത്തിൽ നിന്ന് വന്ന് ഫസ്റ്റ്ക്ക് വന്നിന്. ഇപ്പോൾ വന്നിട്ടില്ല. പകുതി അവർ പറയുന്നു പാസ്സായിന് തരാന്ന് കൊടുത്തിട്ടില്ല ഇത്രയോളം. വീട് പുതുക്കി പണിയാൻ സഹായം തേടി മാസങ്ങളായി പഞ്ചായത്ത് ഓഫീസ് കയറിയിറങ്ങുകയാണ് അശോകൻ. രേഖകളിൽ വ്യക്തതയില്ലാത്തതിനാൽ സഹായം നൽകാനാവില്ലെന്നാണ് അധികൃതർ നൽകുന്ന മറുപടി. ഇത് ജാഗില്ല, അതില്ല, റിസീവ്. പിന്നെ ഞാൻ അമ്മേൻ്റെ ഇത് നാട്ടിലേക്ക് പോയിട്ട് അമ്മേൻ്റെ ആടുന്ന് നാറമ്പടി പോയിട്ട് ആടുന്നെല്ലാം കൊണ്ടുവന്നിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ടായി. ഇത് അതിൻ്റെ ഇതല്ല എന്നിട്ട് അത് അതിൽ ക്യാൻസലായി. ലേറ്റായി കൊടുക്കുമ്പോൾ അങ്ങനെ ഇത് ഇതാക്കി. എന്തുകൊണ്ടെന്ന് അറിയില്ലേ നമുക്ക്. തകർന്ന വീടിന്റെ മുകളിൽ ടാർപോളിൻ ഷീറ്റ് വലിച്ചു കെട്ടിയാണ് കുടുംബം കഴിയുന്നത്. വീടിരിക്കുന്ന 5 സെന്റ് സ്ഥലം സരോജിനിയുടെ പേരിലാണ്. എന്നാൽ ചേർന്ന് കിടക്കുന്ന 11 സെന്റ് സ്ഥലം 15 വർഷം മുൻപ് മരിച്ച സരോജിനിയുടെ ഭർത്താവ് രാമന്റെ പേരിലും. ഇതിനാകട്ടെ മതിയായ രേഖകളില്ല. ഇതാണ് സഹായങ്ങൾ നിരസിക്കാൻ കാരണമായി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത്. സ്ഥിരമായി നികുതി അടയ്ക്കുന്ന ഭൂമിയിലെ തകർന്ന വീടിന് എന്തുകൊണ്ട് സഹായം നൽകുന്നില്ലെന്ന ചോദ്യമാണ് കുടുംബം ഉന്നയിക്കുന്നത്. എന്നാൽ അപേക്ഷ പരിഗണിച്ചിട്ടുണ്ടെന്നും നടപടി സ്വീകരിച്ചു വരികയാണെന്നും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്നതാണ് സഹായം വൈകാൻ കാരണമെന്നുമാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. ന്യൂസ് മലയാളം, കാസർഗോഡ്.